when we are discussed the Thevenin's theorem, we have seen there were some step-by-step procedure for Thevenizing a circuit. Similarly, in Norton's theorem also there are some procedure. Okay, so the step-by-step procedure can be explained here. Then first one, remove the load resistance. See, this is our circuit given. This is our circuit given. Then voltage source, resistances R1, R2 and R3. There is a load resistance RL. This circuit can be simplified using Norton's theorem. So, the first step is remove this load resistance across the terminals and make a short circuit across them. So, we remove RL and make a short circuit ISC. ക്ലിയർ ആയല്ലോ? നമ്മൾ ആ RL മാറ്റി അതിന് ഷോർട്ട് സർക്യൂട്ട് ആക്കി. നേരത്തെ എങ്ങനെയായിരുന്നു? നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നു. നോർട്ടൺസ് തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ്. Then compute the short circuit current or Norton's current IN കണ്ടുപിടിക്കാം. So the Norton's current IN is equal to what is the voltage drop across this resistance divided by the total resistance in this loop R2 R3. Okay, that is the voltage drop across this resistance R2 divided by the total resistance in this loop. Why? IS is the current in this loop. ഓക്കെ, ഇത് ഈ ലൂപ്പിനകത്തെ കറണ്ട് ISC ആണ്, ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണല്ലോ ഈ ലൂപ്പിൽ ആക്ട് ചെയ്യണത്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ലൂപ്പിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഈ കറണ്ട് നമുക്ക് എന്തെടുക്കാം? IT എന്ന് എടുക്കാം. അതായത് ദ കറണ്ട് അക്രോസ് ദിസ് റെസിസ്റ്റർ ക്യാൻ ബി ടേക്കൺ ആസ് IT. Okay, then IT into R2. That is the product of current and resistance. Then IT into R2 divided by total resistance of this loop is R2 plus R3. ഇതാണ് നോർട്ടൺസ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ IT എന്തായിരിക്കും? So there is there is a difference from this Thevenizing method. Okay, so here to find RT, use the equation, the voltage in this loop V divided by the effective resistance or the total resistance of this circuit when seen from the side of battery. Clear ആയ സെന്റൻസ്? അതായത് IT എന്ന് പറയുന്നത്, IT എന്താണ്? The current flows in this loop or the current flows across R2. അത് രണ്ട് IT ആണ്. ഈ ലൂപ്പിലെ കറണ്ട് IT ആണ്. ആ IT തന്നെയാണ് R2 കൂടെ ഫ്ലോ ചെയ്യണത്. അപ്പൊ ഈ IT കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലുക്സ് ഫ്രം ദ സൈഡ് ഓഫ് ബാറ്ററി ആൻഡ് ഫൈൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ്. ദെൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ കറന്റ് IT. Okay, see, look from the side of battery. Okay, when we look from the side of battery, what will see? The resistances R2 and R3 are parallel. അല്ലെ? ഇതൊരു പോയിന്റ്, നമ്മുടെ ഇതൊരു പോയിന്റ്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ്? ദിസ് R2 ഇവിടെ കണക്ഷൻ അല്ലേ, ഇവിടെ ഇന്റർ കണക്ഷൻ അല്ലേ? അപ്പൊ R2 and R3 are parallel. That parallel connection is in series with R1. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ R1 in series with parallel connection of R2 and R3. അത് അവിടെ എഴുതിയിരിക്കുന്നു. R1 plus R2 പാരലൽ R3. ഇപ്പൊ R1 ഇതിന്റെ പാരലൽ കണക്ഷന് സീരീസ് ആയിട്ടാണ് R1 കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ R1 ഈസ് ഇൻ സീരീസ് വിത്ത് ദ പാരലൽ കണക്ഷൻ ഓഫ് R2 ആൻഡ് R3. When R2 and R3 are parallel, the net resistance is R2 parallel R3. Then R1 is series with that parallel resistance. So R1 plus that parallel combination. Clear ആണോ? അപ്പൊ നമ്മൾ IT കണ്ടുപിടിക്കുക. then ആ IT വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക. വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുമ്പോൾ അവിടുത്തെ കറന്റ് കിട്ടും, നോർട്ടൺസ് കറന്റ് കിട്ടും. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, റിമൂവ് വോൾട്ടേജ് സോഴ്സസ് ആൻഡ് പ്ലേസ് ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ അക്രോസ് ദ ടെർമിനൽസ് AB. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടത്തെ വോൾട്ടേജ് സോഴ്സ് റിമൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അഗെയിൻ
ഓപ്പൺ ദ സർക്യൂട്ട് അക്രോസ് ദി ടെർമിനൽസ്. ഈ സപ്പോസ് ഇവിടെ എയും ഇവിടെ ബി ഉണ്ടെങ്കിൽ ഈ ടെർമിനൽസിനെ ഓപ്പൺ ആക്കുക. അതുപോലെ വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പകരം ഇന്റേണൽ റെസിസ്റ്റൻസ് വെക്കുക. ഈ സ്റ്റെപ്സ് നോക്കൂ. റീപ്ലേസ് ദ വോൾട്ടേജ് സോഴ്സ് വി ബൈ ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു 0. ദെൻ ഇവിടെ എന്തായി? ഈ സർക്യൂട്ട് ഓപ്പൺ ആക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? ലുക്ക് ഫ്രം ദ ടെർമിനൽസ് ടു ദിസ് സർക്യൂട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ തെവനിൻസ് മെത്തേഡിലും സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എങ്ങനെയാ? R1, this R and R1. R and R1 are in series. This series combination is parallel with R2. So, this series combination is parallel with R2. Clear alle? This R2 is also in series with A. അതായത് A, R3. ഇവിടെ വരുമ്പോൾ എന്താണ്? ഈ ഇതിന്റെ ഇഫക്റ്റീവ് കോമ്പിനേഷൻ അല്ലേ വരും. അപ്പം ഇത്രയും ഭാഗത്ത് ഇഫക്റ്റീവ് കോമ്പിനേഷൻ വരും. ഇത്രയും ഭാഗത്ത് അതെന്ന് പറഞ്ഞാൽ എന്താണ്? R പ്ലസ് R1 പാരലൽ R2. ആ റെസിസ്റ്റൻസിന് സീരീസ് ആണ് ഏത്? R3. അപ്പോൾ R3 ഇങ്ങനെ പറയുകയാണെങ്കിൽ R3 ഈസ് ഇൻ സീരീസ് വിത്ത് ദ കോമ്പിനേഷൻ ഓഫ് R പ്ലസ് R1 പാരലൽ ടു R2. അപ്പോൾ R പ്ലസ് R1 ഇവിടെ നമ്മൾ എഴുതി. അതിന്റെ സീരീസ് കോമ്പിനേഷൻ ആണ് R പ്ലസ് R1 എന്ന് പറയുന്നത്. അതിന് പാരലൽ ആണ് R2. സോ R പ്ലസ് R1 പാരലൽ ടു R2 പ്ലസ് R3. R3 അതിന് പാരലൽ ആണ്. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് റിവേഴ്സ് ആയിട്ട് എഴുതാം കേട്ടോ. R3 പ്ലസ് പിന്നെന്താണ്? R1 പ്ലസ് R1 പാരലൽ ടു R2. എങ്ങനെ വേണ്ടത് എഴുതാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കൂ. അപ്പൊ R is equal to 0 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്മോൾ ആറിന് 0 കൊടുക്കാം. അപ്പൊ ഇവിടെ R1 പാരലൽ R2 എന്ന് വരും. വാട്ട് ഈസ് R1 പാരലൽ R2? R1 R2 ബൈ R1 പ്ലസ് R2 പ്ലസ് R3. പ്ലസ് R3. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇതാണ് RN. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വാട്ട് ഈസ് RN, നോർട്ടൺസ് റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് RNും കിട്ടി, നമ്മുടെ ISയും കിട്ടി, INും കിട്ടി. Then draw the equivalent circuit. With ISC and RN. So this is the Norton's current or short circuit current ISE. ഇവിടെ Norton's resistance RL which is parallel to this current source. Okay, but this is the equivalent Norton circuit. Then again എന്ത് ചെയ്യണം? Reconnect the load resistance RL across the terminals A and B. Okay, then the current IL flows across this resistance RL. RL കൂടെ IL എന്നുള്ള കറണ്ട് ആണ് പാസ് ചെയ്യുക. സോ വാട്ട് ഈസ് IL? IL കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടത്തെ വോൾട്ടേജ് അല്ലെ, ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ the resistance across this circuit. So the voltage, the current IL is equal to ISC divided by RL plus RN into RN. So IL is equal to ISC into RN. ഈ ISC into RN ആക്ച്വലി എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെ. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ലൂപ്പിലാണ് IL പാസ് ചെയ്യുന്നത്. അപ്പൊ IL എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൂപ്പിലെ കറണ്ട് ആണ് IL. ദിസ് IL ഇസ് ഈക്വൽ ടു എന്താണ്? ഈ ലൂപ്പിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ലൂപ്പിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ലൂപ്പിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്കറിയാം ഏതാണ്? RN പ്ലസ് RL. അപ്പൊ ഈ ലൂപ്പിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് RN. ഈ RNന് അക്രോസ് ഉള്ള ഈ ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ് ഈ സർക്യൂട്ടിന് കിട്ടുന്നത് അല്ലെ, ഈ ലൂപ്പിന് കിട്ടുന്നത്. ഈ ISC ഇൻറ്റു RN അതാണ് ഇവിടത്തെ. ഇവിടത്തെ ലൂപ്പിലെ കറണ്ട് ISC ആണ്, അതായത് RN കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ISC ആണ്. അപ്പൊ RN കൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താ വരിക? ISC ഇൻറ്റു RN. അതാണ് ഇവിടുത്തെ ഈ ലൂപ്പിലെ വോൾട്ടേജ്. അപ്പൊ നമ്മുടെ ജനറൽ റൂൾ ഉണ്ടല്ലോ, വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ IL ഇസ് ഈക്വൽ ടു ISC ഇൻറ്റു RN ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് IN പ്ലസ് RL. സോ നമുക്ക് എന്ത് കിട്ടും? IL കിട്ടി. ദെൻ VL ഇസ് ഈക്വൽ ടു IL ഇൻറ്റു RL. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടത്തെ കറണ്ട് കാണുമ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് ഈ ലൂപ്പിന് കിട്ടുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ലൂപ്പിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്.
അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് പറയുമ്പോൾ എന്താണ്? ഇതിനകത്തുള്ള കറന്റ് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ്. ഇത് കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാ? ISC ആണ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാണ്? RN ആണ്. അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? ISC ഇൻറ്റു RN. അതാണ് ഞാനിവിടെ ISC ഇൻറ്റു RN എന്ന് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ഇക്വലൻ ടു വോൾട്ടേജ്. ഇതെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. സോ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് RL പ്ലസ് RN. കറണ്ട് കണ്ടുപിടിക്കുക, വോൾട്ടേജ് കണ്ടുപിടിക്കുക. അപ്പം ഇതാണ് നമ്മുടെ നോർട്ടൺസ് തിയറത്തിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്.